എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനറൽ നോളജിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇത് ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഒരു പൗരന്റെ, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പൗരന്റെ മൗലിക കർത്തവ്യങ്ങൾ. ഈ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എത്ര എണ്ണമുണ്ട്, ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗം, ഏത് പാർട്ടിന് കീഴിലാണ് വരുന്നത്, ഏത് അമെൻമെന്റ് പ്രകാരമാണ് ഇത് ആഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇത് വരുന്നത്, ഈ 4-5 ഏരിയയിൽ നിന്നുമാണ് സ്ഥിരമായി കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾക്ക് ഈ ചോദ്യം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നിന്നും വരുന്നത്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ഒരു കഥ രൂപേണ നമുക്ക് പഠിക്കാം. നിങ്ങൾ റെഡിയാണല്ലോ? ഒരു കഥ രൂപേണ പഠിക്കാം. ഒരു കഥയെ സൊല്ലട്ടുമാ. കഥ എന്താണ്? KGF ചാപ്റ്റർ 2. നിങ്ങൾ എല്ലാവരും കണ്ട പടമാണല്ലേ നമ്മുടെ റോക്കി ബായിയുടെ കഥ. KGF എന്ന് പറഞ്ഞാൽ കോളാർ ഗോൾഡ് ഫീൽഡ്. അപ്പൊ അങ്ങനെ ഗോൾഡ് മൈൻ ചെയ്ത് ഒരു രാജാവായിരിക്കുകയാണ് നമ്മുടെ സ്വന്തം റോക്കി ബായ്. ആ റോക്കി ബായി തനിക്കൊരു ത്രെട്ടാകുമെന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിനൊരു ത്രെട്ടാകുമെന്ന് തോന്നിയപ്പോൾ, അന്നത്തെ പ്രൈം മിനിസ്റ്റർ റാമിക സെൻ എന്ത് ചെയ്തു? ആർമിയെ അയച്ചു. ഒരു വലിയൊരു ആർമിയെ അയച്ചു. ആ ആർമിയുമായിട്ട് നമ്മുടെ റോക്കി ബായിയുടെ സന്നാഹങ്ങളും യുദ്ധം ചെയ്തു. കുറെ പേരെ കൊന്നു, കുറെ പേര് മരിച്ചു. ഒടുവിൽ ക്ലൈമാക്സ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതാണ് ക്ലൈമാക്സിൽ. ഇതാ നമ്മുടെ റോക്കി ബായിയുടെ ഷിപ്പ് ആർമി തകർത്തു. റോക്കി ബായ് ഇങ്ങനെ കടലിന്റെ അടിയിലേക്ക് പോയി. KGF 3 വരാൻ പോകുന്നു. ക്ലിയർ ആണല്ലോ? KGF 2ന്റെ കഥ ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ കഥ. എന്താണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയാണ് അല്ലേ? അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ നാഷണൽ എമർജൻസി. 1975, 1977 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ സമയം, കഥ നടക്കുന്നത് എവിടെയാണ്? 1976 നാഷണൽ എമർജൻസിയുടെ സമയം. കേട്ടോ, നാഷണൽ എമർജൻസിയുടെ സമയമാണ്. വർഷം 1976. കഥ തുടങ്ങുകയാണ്. റോക്കിയുടെ സ്വർണം പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയാണ്, ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഒരു ഓർഡർ ഇട്ടു. ക്ലിയർ ആണല്ലോ? ഇന്ത്യയും റഷ്യൻ ആർമിയും ചേർന്ന്, കാരണം റോക്കിയുടെ സന്നാഹങ്ങൾ വളരെ വലുതാണ്, അപ്പൊ ഇന്ത്യൻ ആർമിയും റഷ്യൻ ആർമിയും ചേർന്നുകൊണ്ട് 42 പേരെ KGFലേക്ക് അയച്ചു. ഇന്ത്യൻ ആർമിയിലെയും റഷ്യൻ ആർമിയിലെയും 42 പേരെ KGFലേക്ക് അയച്ചു. KGFൽ അവർ വിചാരിച്ചതിനേക്കാൾ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് 26 വർഷം യുദ്ധം ചെയ്തു. 2002 ഈ 42 പേരിൽ ബാക്കിയുള്ള 11 പേര് തിരിച്ചെത്തി. ഇതാണ് നമ്മുടെ കഥ. ഇത്രയും കഥ നിങ്ങൾ പഠിച്ചാൽ മതി. എങ്ങനെയാ കഥ? ഒന്നുകൂടെ പറയാം. 1976 റോക്കിയുടെ സ്വർണം പിടിച്ചെടുക്കാനായിട്ട് ഇന്ദിരാഗാന്ധി സേനയെ KGFലേക്ക് അയച്ചു. ക്ലിയർ ആണല്ലോ? ഇന്ത്യൻ റഷ്യൻ ആർമിയിലെ 42 ചുണക്കുട്ടികൾ KGFലെത്തി, യുദ്ധം ചെയ്തു, സ്വർണം പിടിച്ചെടുത്തു, റോക്കി ബായിയെ കൊന്നു. പക്ഷെ 26 വർഷമെടുത്തു. 2002 അവർ തിരിച്ചു വന്നു. എത്ര പേര്? 11 പേര്. ക്ലിയർ ആണല്ലോ? എന്താണ് ഈ കഥയിൽ നിന്നും നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് പഠിക്കാൻ കഴിയുക? ഒന്ന്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ മൗലിക കർത്തവ്യങ്ങൾ. ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ ഡ്യൂട്ടീസ്, നിങ്ങളുടെ കർത്തവ്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നത്. ഒന്ന്, 1976 സ്വർണം പിടിച്ചെടുക്കാൻ പറഞ്ഞത്. സ്വരൺ. എന്താണ്? സ്വർണത്തിൽ നിന്ന് നമുക്ക് സ്വരൺ എന്ന് ഓർത്തിരിക്കാം അല്ലെ? സ്വരൺ. 1976 ഇന്ദിരാഗാന്ധിയല്ലേ അയച്ചത്. 1976 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി, ഈ ഇന്ദിരാഗാന്ധി അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രി, ഇന്ന് വരെ ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അവരൊരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ഏത് വർഷം? 1976. കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് ആരാണ്? സർദാർ സ്വരൺ സിംഗ്. ഇദ്ദേഹമാണ് അദ്ദേഹം. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഇത്രയും ക്ലിയർ ആണല്ലോ? അദ്ദേഹമാണ് റെക്കമെൻഡ് ചെയ്തത്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വേണമെന്ന്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ റഷ്യൻ ആർമിയിലെ 42 പേരെ അയച്ചു KGFലേക്ക് അല്ലെ? ഇന്ത്യൻ റഷ്യൻ ആർമി. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഡോപ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ്? റഷ്യ, അല്ലെങ്കിൽ പഴയ USSRൽ നിന്നാണ്. പഴയ USSR, ഇന്നത്തെ റഷ്യ. 1991 റഷ്യ USSR വിഘടിച്ചിട്ടാണ് റഷ്യ, യുക്രൈൻ തുടങ്ങിയ പല രാജ്യങ്ങളും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചിലപ്പോൾ തരാം, ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USSR എന്ന് തരാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്തത്?
USSRൽ നിന്നും. ക്ലിയർ ആണല്ലോ? എത്ര പേരെ അയച്ചത്? 42 പേരെ അയച്ചു. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് സുഹൃത്തുക്കളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്. ഏത് വർഷം കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് അല്ലെങ്കിൽ ആർമി അയച്ചത്? 1976. അപ്പോൾ ഓർത്തിരിക്കുക, 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 42 പേര് പോയെന്ന് പറഞ്ഞു. എത്ര പേരാ തിരിച്ചു വന്നത്? 11 പേരാ തിരിച്ചു വന്നത്. ഓർത്തിരിക്കുക, 11 പേര് തിരിച്ചു വന്നു. There are 11 fundamental duties in the constitution. There are 11 fundamental duties in the constitution. ഞാൻ നിങ്ങളോട് പറഞ്ഞു 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ആഡ് ചെയ്തത്. 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്തത് 10 ഡ്യൂട്ടികളെയാണ്. 10 ഡ്യൂട്ടീസ്. 11ാമത്തെ ഡ്യൂട്ടി ആഡ് ചെയ്തത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്. 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വർഷമാണ് ഞാൻ പറഞ്ഞത് 2002. നമ്മുടെ കോഡിൽ പറഞ്ഞില്ലേ 11 പേര് തിരിച്ചു വന്ന വർഷം 2002. 1976 പോയി 2002 തിരിച്ചു വന്നു. അപ്പൊ 2 അമെന്റ്മെന്റ്. ഒന്ന് 1976 42 പേര് പോയി. അപ്പോൾ 42ാമത്തെ അമെന്റ്മെന്റ്. 2002 11 പേര് തിരിച്ചു വന്നു. അപ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 11 പേര് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരം. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ സംബന്ധിച്ച് 2 അമെന്റ്മെന്റുകൾ ഏതൊക്കെയാണ്? 42nd 86th. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു എക്സ്ട്രാ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4A 4ാമത്തെ ഭാഗത്തിനോട് ചേർത്ത് എഴുതപ്പെട്ടതാണ് A എന്നുള്ളത്. അപ്പോൾ ABC എന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒറിജിനൽ ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല, പിന്നീട് എപ്പോഴോ എഴുതി ചേർക്കപ്പെട്ടതാണ് അമെന്റ്മെന്റുകൾ വഴി. ഏത് അമെന്റ്മെന്റ് ആണ്? 42nd അമെന്റ്മെന്റ് ആക്ട്. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ഭാഗമാണ്? പാർട്ട് 4A. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ടുകൾ, ഷെഡ്യൂളുകൾ, ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇതിനൊക്കെ വേണ്ട ഇതുപോലെ ഒരു കഥ സൊല്ലട്ടും ആ സീരീസിലെ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ പാർട്ട് 4A ഒരേ ഒരു ആർട്ടിക്കിൾ ഉള്ളൂ. ഏത് ആർട്ടിക്കിളാണിത്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. അപ്പോൾ 51 ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അതിനോട് A ചേർത്തു, പുതിയൊരു അമെന്റ്മെന്റ്. ഏത് അമെന്റ്മെന്റ് ആണ്? 42nd അമെന്റ്മെന്റ്. ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 51A പാർട്ട് 4A. ക്ലിയർ ആണല്ലോ? എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 എണ്ണം ഉണ്ട്. ഈ സ്ലൈഡ് നിറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കോഡ് വെച്ചിട്ടുള്ളത്. ഇനി 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെയും നമ്മൾ കാണും. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ നമുക്ക് കാണണം. തുടങ്ങിയാലോ? ABCDEF അങ്ങനെയാണ് പോകുന്നത്. അപ്പോ A ആദ്യത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ആദ്യം എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഭരണഘടനയെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? ഒരു ഇന്ത്യൻ പൗരൻ ആദ്യം ചെയ്തിരിക്കേണ്ടതാണ് ആദ്യം വരുന്നു ഭരണഘടന. ടു abide by the constitution and to respect national flag, national anthem. ആദ്യം ഭരണഘടന. ആദ്യം ഭരണഘടന. അപ്പൊ എന്താണ്? ഭരണഘടനയെ അനുസരിക്കുക, അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ടു റെസ്പെക്ട്, ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യം. അങ്ങനെ രണ്ടും ഓർത്തിരിക്കാം. അബൈഡ്, ഫോളോ ചെയ്യുക ഭരണഘടനയെ. ക്ലിയർ ആണല്ലോ? ആദ്യം ഭരണഘടന. ബി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് വേണ്ടി പോരാടി 23ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുണ്ട്. ബി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ വ്യക്തിയുടെ ഫിഗർ ആണ്. ഏത്? ആരാണ് ആ വ്യക്തി? ഇദ്ദേഹമാണ്. അദ്ദേഹം ഭഗത് സിംഗ് അല്ലേ? ഭഗത് സിംഗ്. ബി ഭഗത് സിംഗ്. ഭഗത് സിംഗ് എന്താ ചെയ്തത്? സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് വേണ്ടി പോരാടി. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ബി എന്താണ്? ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പിന്തുടരുക, പരിപോഷിപ്പിക്കുക. അവർ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ മറക്കാതിരിക്കുക. ബി ഭഗത് സിംഗ്. ഭഗത് സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത്? നാഷണൽ സ്ട്രഗിൾ, ഫ്രീഡം സ്ട്രഗിൾ. അപ്പൊ ഫ്രീഡം സ്ട്രഗിൾസിന്റെ ആശയത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക, ബഹുമാനിക്കുക. അതാണ് ബി. ആദ്യം ഭരണഘടന. ബി ഭഗത് സിംഗ്. ക്ലിയർ ആണല്ലോ? സി എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകനാണ്. അതുകൊണ്ട് ഞാൻ പറയും ഫുട്ബോളിലെ
കിരീടം വയ്ക്കാത്ത രാജാവ്, അല്ലെങ്കിൽ കിരീടം വച്ച രാജാവ്, അല്ലെങ്കിൽ ഗോട്ട് എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് മെസ്സി ആരാധകർക്ക് എന്നോടും തോന്നരുത് ഞാനൊരു ഹാർഡ് കോർ ക്രിസ്ത്യാനോ ഫാനാണ്. ക്രിസ്ത്യാനോയുടെ ഈ സെലിബ്രേഷൻ നമുക്ക് മറക്കാൻ കഴിയില്ല അല്ലെ. ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആർക്കും മറക്കാൻ കഴിയില്ല. എന്താണ് സെലിബ്രേഷൻ? സ്വീ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല ഈ സെലിബ്രേഷൻ? സ്വീ അല്ലെ, SUI. എസ് എന്ന് പറഞ്ഞാൽ സോവറിനിറ്റി, യു എന്ന് പറഞ്ഞാൽ യൂണിറ്റി, ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി. ക്രിസ്ത്യാനോയുടെ സ്വീ സെലിബ്രേഷൻ സോവറിനിറ്റി, യൂണിറ്റി, ഇന്റഗ്രിറ്റി തുടങ്ങിയ കാര്യങ്ങളെ അപ്ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. മലയാളത്തിലേക്ക് വരാം. ഇന്ത്യയുടെ സോവറിനിറ്റി പരമാധികാരം, അല്ലെങ്കിൽ യൂണിറ്റി ഐക്യം, ഇന്റഗ്രിറ്റി അഖണ്ഡത, ഇതിനെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ ക്രിസ്ത്യാനോ സ്വീ സോവറിനിറ്റി, യൂണിറ്റി, ഇന്റഗ്രിറ്റി. ക്ലിയർ ആണല്ലോ? ABC 3 പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ഡിയിലേക്ക് പോകാം. 4ാമത് ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫെൻസ്. ഡി ഫോർ ഡിഫെൻസ്. ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. അതായത് നമ്മുടെ രാജ്യത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, ഡിഫെൻഡ് ചെയ്യണം, നമ്മളോട് ആവശ്യപ്പെട്ടാൽ ദേശീയ സേവനം അനുഷ്ഠിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിൽ വേണ്ടത്ര പടയാളികൾ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സേവനം അനുഷ്ഠിക്കണം. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ABCD കഴിഞ്ഞില്ലേ? അടുത്തതാണ് ഇ എന്ന് പറഞ്ഞേ. ഇ എന്താ ഇയാൾ ഇങ്ങനെ ഇളിച്ചു കാണിക്കണേന്ന് തോന്നണില്ലേ? അതാണ് ഈ ഇളിച്ചു കാണിക്കുക. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, ഭാഷ നോക്കാതെ, ദേശം നോക്കാതെ, ജെൻഡർ നോക്കാതെ ഇളിച്ചു കാണിക്കുക. എല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണുക. അതാണ് ഈ എന്താ പറയുന്നത്? ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ്, സാഹോദര്യം amongst all the people of India, transcending religious, linguistic, regional, sectional diversities, to renounce practices derogatory to the dignity of women. സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, അല്ലെങ്കിൽ ABC ഏത് മതത്തിൽപ്പെട്ടവനുമായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനുമായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നതുമായിക്കോട്ടെ, ഇളിച്ചു കാണിക്കുക, സാഹോദര്യം വളർത്തുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾ അതിനതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും വളർത്തുക. 2ാമത്തേത് സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇളിച്ചു കാണിക്കുക. ക്ലിയർ ആണല്ലോ? എഫിലേക്ക് വരാം. ഇളിച്ചു കാണിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കാണുമ്പോഴും ഇളിച്ചു കാണിക്കാൻ കാരണം എന്താണ്? നമ്മുടെ ആ ഒരു കോമ്പോസിറ്റ് കൾച്ചർ ആണല്ലേ, നമ്മുടെ കൾച്ചറാണ്, ആ ഒരു സമ്മിശ്ര സംസ്കാരമാണ്. ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളും, പിന്നെ ഒരുപാട് ജാതികളും, പിന്നെ ഒരുപാട് ഭാഷകളുമുള്ള, നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇളിച്ചു കാണിക്കാൻ കാരണം എന്താണ്? നമ്മുടെ കോമ്പോസിറ്റ് കൾച്ചറാണ്, നമ്മുടെ സംസ്കാരമാണ്. അതിനുശേഷം എഫ് എന്താണ്? നമ്മുടെ കൾച്ചറാണ്. അപ്പൊ എഫ് എങ്ങനെ ഓർത്തിരിക്കാം? ഫാൻ. ഐ എം എ ഫാൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ. എ ഫാൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ. കഴിഞ്ഞാലാണ് എഫ്. അതുപോലെ ഇളിച്ചു കാണിക്കുന്നതിന് കാരണം എന്താണ്? നമ്മുടെ കൾച്ചറാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എഫ് എന്താ പറയുന്നത്? ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. ഭാരതത്തിന്റെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുക, നിലനിർത്തുക. ഓർത്തിരിക്കാം. ഇളിച്ചു കാണിക്കാൻ കാരണം എന്താണ്? നമ്മുടെ മൂല്യമാണ്. എല്ലാവരും ചേരുമ്പോഴാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ജാതിയും മതവും ഒന്നുമല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ജെൻഡർ അല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതല്ലേ നമ്മുടെ മൂല്യം. അതാണ് എ ഫാൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ. അപ്പൊ 6 പഠിച്ചു അല്ലേ? 7ലേക്ക് വരാം. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ. ഗ്രീൻ, ഗ്രീനറി, പച്ചപ്പ്, ഹരിതാഭ. എല്ലാവരും പറയില്ലേ, ഒരു ഉണങ്ങിയ ഏരിയ, പച്ചപ്പില്ല, പരിസ്ഥിതി മലിനീകരിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ. പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുക, പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യുക, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ലേക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക, റിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ഗ്രീനറി. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ്, ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രിയേച്ചേഴ്സ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. കേട്ടോ? ഗ്രീനറി.
ഗ്രീനറി, അല്ലെങ്കിൽ ജി ജീവി, എങ്ങനെ വേണമെങ്കിലും ഓർത്തിരിക്കാം. ജി ജീവി അല്ലെങ്കിൽ ജി ഗ്രീനറി. ക്ലിയർ ആണല്ലോ, ഓർത്തിരിക്കാമല്ലോ. ജി ഫോർ ഗ്രീനറി. എച്ച് ABCDEFG. എച്ച് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ, ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ മാനവികത. എന്താണ്? മാനവികത. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, മനുഷ്യത്വം കാണിക്കുക, മാനവികത. അപ്പോൾ എച്ച് എന്താണ്? ടു ഡെവലപ്പ് ഹ്യൂമനിസം, സയന്റിഫിക് ടെമ്പർ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. മറ്റൊന്നുമല്ല, ഒരു വ്യക്തി പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചത് പറയുന്നത് കേട്ട് ചാടി തുള്ളി പോകാതിരിക്കുക, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക, റാഷണലായിട്ട് ചിന്തിക്കാൻ പഠിക്കുക, സയന്റിഫിക് ടെമ്പർ വളർത്തുക. എന്താണ് സയന്റിഫിക് ടെമ്പർ? ശാസ്ത്രീയമായ കാഴ്ചപ്പാട് വളർത്തുക, ലോജിക്കലി ചിന്തിക്കുക, മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക, മനുഷ്യന്മാരുടെ പോലെ പെരുമാറുക. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. എച്ച് എന്താണ്? ഹ്യൂമനിസം, സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം. എച്ച് കഴിഞ്ഞു. അടുത്താണ് ഐ വെച്ച് ഫേമസ് ആയ ഒരു ഡയലോഗ് ഉണ്ട്. എന്താണത്? ഐ ഡോണ്ട് ലൈക്ക്, ഐ അവോയ്ഡ്, ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കനോട്ട് അവോയ്ഡ്. നമ്മൾ റോക്കി ബായുടെ കഥ പറഞ്ഞല്ലേ തുടങ്ങിയത്, അതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഐ ഡോണ്ട് ലൈക്ക്, ഐ അവോയ്ഡ്, ബട്ട് വയലൻസ് ലൈക്സ് മീ. ആ ഡയലോഗിന്റെ തുടക്കം എങ്ങനെയാണ്? വയലൻസ് വയലൻസ് വയലൻസ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഐ എന്താണ്? ഐ അവോയ്ഡ് വയലൻസ്. അബ്ജ്യൂർ വയലൻസ്. അബ്ജ്യൂർ വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമം ഉപേക്ഷിക്കുക. അക്രമം ഉപേക്ഷിക്കുമ്പോൾ എന്താണ്? നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലേ? നിങ്ങളൊരു ജാഥയൊക്കെ കണ്ടിട്ടില്ലേ? ചില ജാഥകൾ കയ്യിൽ നിന്ന് പോയി ആക്രമണം അഴിച്ചു വിട്ടിട്ട് അവർ പോലീസ് ജീപ്പ് കത്തിക്കുക, പോലീസ് സ്റ്റേഷൻ നേരെ കല്ലെറിയുക, സെക്രട്ടേറിയറ്റിൽ കല്ലെറിയുക തുടങ്ങിയ ചില അക്രമം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാർത്തയിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? ഫസ്റ്റ് അബ്ജ്യൂർ വയലൻസ്, അക്രമം വെടിയുക. 2 പൊതുസ്വത്ത് പരിരക്ഷിക്കുക. രണ്ടിനും നിങ്ങൾ ശപഥം ചെയ്യുക. അപ്പൊ ഐ എങ്ങനെ ഓർത്തിരിക്കാം? ഐ ഡോണ്ട് ലൈക്ക്, ഐ അവോയ്ഡ്, ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കനോട്ട് അവോയ്ഡ്. അപ്പോൾ ഐ കനോട്ട് അവോയ്ഡ് അല്ല, യു ഹാവ് ടു അവോയ്ഡ് വയലൻസ്. ഐ വയലൻസ്, അബ്ജ്യൂർ വയലൻസ് ആൻഡ് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ? ഇനിതാ 2 കൂടെ ഉള്ളൂ. പെട്ടെന്ന് പോയില്ലേ? 2 കൂടെ ഉള്ളൂ. 11 നിങ്ങൾ പഠിക്കും. ജെ എന്ന് പറയുമ്പോൾ ജനം. ജനം ജന്മഭൂമിക്കായി പ്രവർത്തിക്കുക, നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് ജെ. അതായത് ഓരോ വ്യക്തിയും വികസിക്കുക. ആ വ്യക്തികൾ കൂട്ടായ്മയിൽ വികസിക്കുമ്പോൾ രാഷ്ട്രം വികസിക്കുന്നു. ഇല്ലേ? മനസ്സിലായോ? പറഞ്ഞത് കുറച്ച് ആധികാരികമായി പോയോ? നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുക, നന്നാവുക. നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ ഒപ്പമുള്ളവൻ നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും കൂടെ നന്നാവുമ്പോൾ നമ്മുടെ രാജ്യം നന്നാവും. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ജെ ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് the nation constantly rises to higher levels of endeavor and achievement. രാഷ്ട്രം യത്നത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലത്തിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ആ ഉത്കൃഷ്ട അത് നിങ്ങൾ കാര്യമാക്കണ്ട. എന്താണ് ആക്ച്വലി പറയുന്നത്? ജനം ജന്മഭൂമിക്കായി, ഇൻഡിവിജ്വലി കളക്റ്റീവ്ലി ഫോർ ദ നേഷൻസ് ഡെവലപ്മെന്റ്, ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ നേഷൻ നമ്മൾ യത്നിക്കുക, പ്രയത്നിക്കുക. അതാണ് ജനം. അടുത്തതാണ് കെ ഫോർ ക്നോളജ് എന്ന് പറയില്ല, നോളജ് എന്ന് പറയില്ലേ? നോളജ്, വിവരം അല്ലെങ്കിൽ അറിവ്. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കുക? കെ ഫോർ നോളജ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ക്നോളജ് എന്നൊരു തമാശക്ക് ഓർത്തിരുന്നോ? വിവരം അല്ലെങ്കിൽ അറിവ് എവിടെ നിന്ന് കിട്ടും? വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുകയുള്ളൂ, അല്ലെ? വിദ്യാഭ്യാസം മസ്റ്റ് ആണ് വിവരത്തിനെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസം കൊടുത്താലേ പറ്റുള്ളൂ. അപ്പൊ കെ എന്താണ് പറയുന്നത്? കെ പറയുന്നതാണ് മക്കളെ, നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഗാർഡിയൻ ആണെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ യുവർ ചൈൽഡ് ബിറ്റ്വീൻ 6 and 14 years. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള നിങ്ങളുടെ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് എന്താണ്? നിങ്ങളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. കെ നോളജ് അല്ലെങ്കിൽ ക്നോളജ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. 11 നമ്മൾ പഠിച്ചു അല്ലേ? ക്ലിയർ ആണല്ലോ? എന്നാൽ 2 ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പറയോ? ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക.
എഡ്യൂക്കേഷനെ സംബന്ധിച്ചുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ പഠിച്ചു. എഡ്യൂക്കേഷനെ സംബന്ധിച്ചുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ പഠിച്ചു. എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ഏതാണ് ആ ഫണ്ടമെന്റൽ റൈറ്റ്? എത്രാമത്തെ ആർട്ടിക്കിൾ ആണ് എന്ന് കമന്റ് ചെയ്യുക. എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP, മലയാളത്തിൽ പറഞ്ഞാൽ നിർദ്ദേശക തത്വമുണ്ട്. ഏത് ആർട്ടിക്കിൾ ആണ് അത് എന്നും കമന്റ് ചെയ്യുക. വിജയികൾക്ക് സമ്മാനം അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ നല്ലൊരു കോഡും കൊണ്ട് വരാം. അതാണ് വിജയികൾക്കുള്ള സമ്മാനം. അപ്പൊ കമന്റ് ചെയ്യുക ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഏത് DPSP ആണ് വിദ്യാഭ്യാസവുമായി സംബന്ധിച്ചിട്ടുള്ളതെന്ന്. കേട്ടോ? ഇതാ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് ഉപയോഗിച്ച് പഠിക്കുക A മുതൽ K വരെ. ഇതിൽ ഏറ്റവും അവസാനത്തെ K വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി ആഡ് ചെയ്തു. ഏത് വർഷം? 2002. ബാക്കിയെല്ലാം 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. ഏത് വർഷം? അയച്ച വർഷം, ഇന്ദിരാഗാന്ധി അയച്ച വർഷം 1976. എന്തിനു വേണ്ടി? സ്വർണത്തിന് വേണ്ടി. സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ക്ലിയർ ആണല്ലോ? ഇനി മറക്കൂല്ലോ? ഇനി മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഒരു കഥയായിട്ട് വരാം, പുതിയ കഥയായിട്ട് വരാം. അതുവരേക്കും ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ബൈ.